ഹായ് ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു ബ്രിഞ്ചാൾ അല്ലെ വഴുതനങ്ങ അതുകൊണ്ട് നമുക്കിന്നൊരു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു സംഭവം ഉണ്ടാക്കാം. അതിന് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ ഒരു മീഡിയം സൈസ് ഒരു സബോളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് അതിട്ട് കൊടുക്കാം. പച്ചമുളക് വേണമെന്നുള്ളവർക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ആരെങ്കിലുമൊക്കെ വന്നാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു സംഭവം കേട്ടോ. ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കറിയുടെ കൂടെ ഒരു എന്താ പറയുക ഒരു പൊരിച്ചെടുത്ത സംഭവം. നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഒരു വഴുതനങ്ങ ഞാൻ ചുട്ടിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. വഴുതനങ്ങ എന്ന് പറയുമ്പം ഇതുപോലത്തെ കത്തിരിക്കയാണ്, വഴുതനങ്ങയാണ് കേട്ടോ. ഇത് എന്താ പറയുക, എല്ലായിടത്തും കിട്ടാൻ ചാൻസ് ഉണ്ടോയെന്ന് അറിയില്ല. ഗൾഫിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്നതാണ്. പിന്നെ എനിക്കിത് കിട്ടി, അപ്പോൾ ഞാനിതൊന്ന് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അത് ചുട്ടതാണ് കേട്ടോ, ഓവൻ്റെ അകത്ത് വെച്ച് ചുട്ടെടുത്ത സാധനം. അന്നേരം ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്, നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കൊന്ന് മുക്കിയിട്ട് എടുത്ത് ചട്ടി വെച്ച് കൊടുക്കാം. മുട്ടയിൽ നന്നായിട്ടൊന്ന് മുക്കി കൊടുത്തിട്ട് ആ ചട്ടിയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് കുറച്ചായിട്ട് നമുക്കിത് മുകളിലേക്ക് ഒഴിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. ബാക്കി തിരിച്ചിടുമ്പോൾ ബാക്കിയും കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്, വഴുതനങ്ങ വെച്ചിട്ടുള്ള ഓംലേറ്റ്. പിന്നെ ഇപ്പം നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മുട്ടയും വഴുതനങ്ങയും വെച്ചിട്ടുള്ള ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇത് നല്ല എന്താ പറയുക, നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. ഉച്ചയ്ക്കുള്ള ചോറിൻ്റെ കൂടെയോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ഒരു സംഭവമാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇനിയിപ്പം ഇത് കഴിച്ചിട്ടില്ല അറിയത്തില്ലാത്തവരാൾക്കൊക്കെ ആകുമ്പം പെട്ടെന്ന് ആരെങ്കിലും അതിഥികൾ വന്നാലും ഉണ്ടാക്കി കൊടുക്കാം. ഈ വഴുതനങ്ങ ഒന്ന് ചുട്ടെടുക്കുന്ന ഒരു സമയം മാത്രമേ നമുക്ക് വേണ്ടി വരുള്ളൂ. എന്താ പറയുക, ഒരു 3-4 ഹോള് വഴുതനങ്ങയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് ചുട്ടെടുത്താൽ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ചുട്ടെടുക്കാം. പെട്ടെന്ന് ചുട്ടെടുക്കാവുന്നൊരു സാധനം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഫോർക്കും കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പം അത് നന്നായിട്ട് നിരന്ന് വരും. അതിൻ്റെ തൊലി പൊളിച്ച് കളഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ആദേശം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. തൊലി ഇങ്ങനെ തന്നെ പൊളിച്ച് കളയും, തണ്ടിങ്ങനെ തന്നെ വെച്ചിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നൊരു സംഭവം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.